അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്, ഓവനിൽ എങ്ങനെയാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ കൺവെക്ഷൻ ഓവനിൽ ബേക്ക് ചെയ്തെടുക്കാനുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഒരു കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. പിന്നെ ഒരു കാര്യം കൂടെ, OTG ഓവനെ പറ്റി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഓവന് കൺവെക്ഷൻ ഓവനാണ്, അപ്പോൾ അതിലുള്ള കാര്യങ്ങളെ എനിക്കറിയുള്ളൂ. അപ്പോൾ OTG ഓവനെ പറ്റിയിട്ട് എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ കൺവെക്ഷൻ ഓവൻ ഉള്ളവർക്ക് ഒരു ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഓവനിൽ പെർഫെക്റ്റ് ആയിട്ട് കേക്ക് ബേക്ക് ചെയ്തെടുക്കുക എന്നുള്ളതൊന്ന് നോക്കിയിട്ട് വരാം. ഏത് കേക്കിനും ബേസായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള വാനില സ്പോഞ്ച് കേക്കിൻ്റെ ബാറ്ററാണ് കേട്ടോ നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ 4 മുട്ടയും 1 കപ്പ് മൈദയും വെച്ചിട്ടുള്ള ബാറ്റർ കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള കേക്കാണിത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചു വെക്കണം, എന്നിട്ട് നമുക്ക് ഓവന് പ്രീ ഹീറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത് 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് അരിച്ചെടുത്ത് മാറ്റി വെക്കുകയാണ്. ഇനി കേക്ക് ബാറ്റർ തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ നമുക്ക് ഓവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ പ്ലഗിൽ കുത്തിയിട്ടുണ്ട്. ഇനി സ്വിച്ച് ഓൺ ചെയ്തിട്ട് നമുക്ക് ഓവൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ലോ റാക്കാണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത്. ഏറ്റവും ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ഈ ഒരു ഗ്രില്ല് വെച്ച് കൊടുത്ത് ഓവൻ അടച്ചു വെക്കുക. എന്നിട്ട് ഇതാ ഈ ഒരു ഭാഗത്ത് ഇതിനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കൺവെക്ഷൻ എന്ന് പറഞ്ഞതിൻ്റെ താഴെയുള്ള ബട്ടൺ നമുക്ക് ഓൺ ചെയ്ത് കൊടുക്കാം. ഇതേ ഓവൻ തന്നെ ടച്ച് ആയിട്ടും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ കൺവെക്ഷൻ എന്നുള്ളതിൽ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യാനുള്ള അതേ ടെമ്പറേച്ചർ തന്നെയാണ് വന്നിട്ടുള്ളത്, 180 ഡിഗ്രി. അപ്പോൾ ഇതിലും ടെമ്പറേച്ചർ കുറവോ കൂടുതലോ ആണെങ്കിൽ താഴെ കാണുന്ന ഈ ഒരു ആരോ മാർക്ക് കണ്ടില്ല, അതിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ മുകളിലോട്ടുള്ള ആരോ മാർക്ക് ടെമ്പറേച്ചർ കൂട്ടാനും വരും, താഴോട്ടുള്ളത് ഞെക്കി കൊടുത്താൽ കുറഞ്ഞും വരും കേട്ടോ ടെമ്പറേച്ചർ. ഇനി നമുക്ക് ടൈമാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ടൈമിന് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല, അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ടൈം വരും. അപ്പോൾ നമ്മൾ ഇതിൽ പ്രസ് ചെയ്തിട്ട് ടൈം കൂട്ടി കൊടുക്കുക. അപ്പോൾ എത്ര മിനിറ്റ് ആണോ നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കേണ്ടത് അത്ര മിനിറ്റ് ഇതിൽ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത്ര വട്ടം പ്രസ് ചെയ്ത് കൊടുക്കണം. ടച്ച് ആണെങ്കിൽ അത്രയും എണ്ണം ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 10 മിനിറ്റാണ് വെക്കുന്നത്. അപ്പോൾ 10 മിനിറ്റ് ആവുന്നത് വരെ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. 10ഓ 15ഓ മിനിറ്റ് വെക്കാം, കുഴപ്പമില്ല. എന്നിട്ട് ഇതാ അടിയിലുള്ള ഈ ഒരു സ്റ്റാർട്ട് ബട്ടന് കൊടുക്കുക. അപ്പോൾ അതാ ടൈം കുറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓവൻ ഇവിടെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു സമയം കൊണ്ട് കേക്ക് ബാറ്റർ റെഡിയാക്കി വെക്കാം. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ ഒരു സമയം കഴിഞ്ഞിട്ട് കേക്ക് ബാറ്റർ ആയിട്ടില്ലെങ്കിൽ കുറച്ച് സമയം കൂടെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒരു 5 മിനിറ്റും കൂടെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 4 മുട്ടയും 1 കപ്പ് മൈദയും വെച്ചിട്ടുള്ള ഒരു സാധാരണ സ്പോഞ്ച് കേക്കാണ് റെഡിയാക്കുന്നത്. റെസിപ്പി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പോൾ കാണിക്കുന്നില്ല കേട്ടോ. ഒരുപാട് പേർക്ക് അറിയാവുന്ന റെസിപ്പി തന്നെ ആയിരിക്കും ഈ ഒരു സ്പോഞ്ച് കേക്കിൻ്റേത്. അപ്പോൾ ബാറ്ററി റെഡിയാക്കിയിട്ട് ഞാനിതാ ഇവിടെ ഒരു 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കേക്ക് ടിന്നിന് കുറച്ച് ഹൈറ്റ് കുറവാണ്. അപ്പോൾ ഞാൻ സൈഡിലൊക്കെ ഇതുപോലെ ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ടിന്നൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഓവൻ അടച്ചിട്ട് നമുക്ക് വീണ്ടും ടെമ്പറേച്ചറും ടൈമൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഇവിടെ കൺവെക്ഷൻ എന്ന് പറഞ്ഞ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ 180 ഡിഗ്രി സെൽഷ്യസ് കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ടൈം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ നമുക്ക് ഈ ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ടൈം എത്രയാണോ വേണ്ടത് അത് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു കേക്ക് ബേക്ക് ആവാൻ 35 മിനിറ്റാണ് ടൈം വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഇത് ടൈം കഴിഞ്ഞ് ഓവൻ ഓഫ് ആയതിന് ശേഷം വേണമെങ്കിൽ പുറത്തെടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കി വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു 5-10 മിനിറ്റൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഹൈറ്റ് കൂടുതലുള്ള കേക്ക് ആകുമ്പോൾ കുറച്ച് ടൈം പിടിക്കും കേട്ടോ ബേക്കായിട്ട് വരാൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 30 മിനിറ്റൊക്കെ ആദ്യം വെച്ച് കൊടുത്തിട്ട് പിന്നെ നമുക്ക് 30 മിനിറ്റ് കഴിഞ്ഞാൽ തുറന്ന് നോക്കി അത് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഓവനിൽ കേക്ക് വെച്ച് കൊടുത്താൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കരുത് കേട്ടോ. ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്തായാലും തുറന്ന് നോക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളങ്ങനെ തുറന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ തുറക്കുന്നതിനും അതിൻ്റെ ഉള്ളിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ടെമ്പറേച്ചറിൽ മാറ്റം വരും കേട്ടോ. അപ്പോൾ കേക്ക് ഒട്ടും ശരിയാവില്ല.
ഇപ്പോൾ ഇതാ നമ്മൾ ബട്ടൺ പ്രസ് ചെയ്ത് 35 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ട് ബട്ടൺ കൊടുക്കാം. ഇനി നമുക്ക് ഈ ടൈം കഴിഞ്ഞ് ഇത് ഓഫ് ആയതിനു ശേഷം നമുക്ക് കേക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ 35 മിനിറ്റ് കഴിഞ്ഞ് ഓവൻ ഓഫ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് എടുത്തിട്ട് ഒന്ന് ഒരു സ്ക്യൂവർ ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് നടുഭാഗത്ത് കുത്തി നോക്കാം. സ്ക്യൂവറുമേ മാവൊന്നും പറ്റി പിടിച്ചിട്ടില്ല, പക്ഷേ ചെറുതായിട്ടൊരു സ്റ്റിക്കി പോലെ തോന്നുന്നുണ്ട് കേട്ടോ ഈ ഒരു സ്ക്യൂവർ പിടിച്ച് നോക്കിയപ്പോൾ. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റും കൂടെ ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോഴേക്കും ഇതിൻ്റെ മുകൾ ഭാഗവും ചെറുതായിട്ടൊരു ഗോൾഡൻ കളറൊക്കെ ആയിട്ട് വന്നോളും. ഇപ്പോൾ അത്രയ്ക്ക് അങ്ങ് കളറ് മാറിയിട്ടില്ല. അപ്പോൾ ഞാനിത് വീണ്ടും ഓവനിലേക്ക് തന്നെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും കൺവെക്ഷൻ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ടൈം ഒരു 5 മിനിറ്റ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം. അപ്പോൾ അതാ ടൈം ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻഡ് വന്നു. ഇനി നമുക്ക് തുറന്ന് നോക്കി മാറ്റി വെക്കാം. ഇപ്പോൾ എന്തായാലും കേക്ക് ബേക്കായി വന്നിട്ടുണ്ടാവും. ഇനി വേണമെങ്കിൽ നമുക്കൊന്ന് കുത്തി നോക്കാം. അപ്പോൾ അതാ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 180 ഡിഗ്രിയിൽ 40 മിനിറ്റാണ് മൊത്തം ഈ ഒരു കേക്ക് ബേക്കായി വരാൻ വേണ്ട ടൈം വന്നത്. അപ്പോൾ ആദ്യം നമ്മൾ 35 മിനിറ്റ് വെച്ച് കൊടുത്തു, പിന്നെ ഒരു 5 മിനിറ്റും കൂടെ വെച്ച് കൊടുത്തു. അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, വലിയ കേക്കൊക്കെ ആണെങ്കിൽ. അപ്പോൾ പിന്നെ അതിനനുസരിച്ച് നമുക്ക് ടൈം വെച്ച് കൊടുക്കാം. പിന്നെ ഓവൻ എപ്പോഴും ഓഫാക്കിയതിന് ശേഷം പ്ലഗിൽ നിന്ന് വയർ ഇതുപോലെ ഊരി വെക്കുക കേട്ടോ നല്ലത്. അപ്പോൾ കേക്ക് ബേക്കായി വന്നാൽ പിന്നെ ചൂടാറാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു വയർ റാക്കിൽ വെക്കണം കേട്ടോ. ഇപ്പോൾ ഈ ഭാഗം നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്തു മാറ്റാം. അടിയിലും സൈഡിലൊക്കെ ബട്ടർ പേപ്പർ വെച്ചതുകൊണ്ട് കേക്ക് പെട്ടെന്ന് തന്നെ ഈ കേക്ക് ടിന്നിൽ നിന്ന് വെട്ടുപോരും. കേക്ക് ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്കാണിത്. നമുക്ക് ഏത് കേക്ക് വേണമെങ്കിലും ഈ ഒരു കേക്ക് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും